എന്താണ് മോർഗേജ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു മോർഗേജ് ഏജന്റ് വേണ്ടത്? One of the biggest financial decisions that you would be making in your life. പിന്നെ എന്തിനാണ് ഈ മോർഗേജ് അല്ലെങ്കിൽ എന്താണ് മോർഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് ഇവിടുത്തെ നോർമലി ഒണ്ടേരിയയിൽ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. സേവിങ്സിനെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഫുൾ പൈസ നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. പകരം ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. ബാക്കി നമുക്ക് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കിൽ നിന്നും പല ലെൻഡേഴ്സും നമുക്ക് കിട്ടും. സോ അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് നമുക്ക് മോർഗേജ് എടുക്കുന്നതുകൊണ്ട്. Where do we start when we want to consult with a mortgage agent? So first and foremost, you need to find out what your current financial status is. നിങ്ങളുടെ ഇൻകം എന്ത്, എത്ര ഡെറ്റ്സ് ഉണ്ട്, how much down payment that I can realistically put, how long are you going to stay there, എത്ര നമ്മുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് കാണണം ഒരു വീട് വാങ്ങാനായിട്ട്? എത്രത്തോളം മോർഗേജ് കിട്ടുമെന്നുള്ളത് മോർഗേജ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. രാജ്പുത്തൻകുളങ്ങര, വെൽക്കം ടു GS Fit. താങ്ക് യു. ഹാപ്പി ടു സീ യു. സുഖമാണോ? വളരെ സുഖം, പരമസുഖം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ പറയാൻ, ഇപ്പം ടൊറൻറ്റോയിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടി തന്നെയാണ്. സോ ഐ എൻജോയ്ഡ് ദ ഡ്രൈവ്. വലിയ തിരക്കൊന്നുമില്ല, സുഖമായിരുന്നു. വണ്ടി ഓടിക്കുന്ന എപ്പോഴും എല്ലാവർക്കും സന്തോഷം, ഒരു സ്ട്രെസ് റിലീഫാണ് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. വളരെ സത്യം. എൻ്റെ ജോലിക്കാണ് ഇഷ്ടംപോലെ സ്ട്രെസ് ഉണ്ട് താനും ഉണ്ട്. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് മെയിനായിട്ട് മോർഗേജ്, അതിൻ്റെ ഇഷ്യൂസ്, എങ്ങനെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻ, അതെല്ലാമായിട്ടുള്ള. സോ ബേസിക്കലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, എന്താണ് മോർഗേജ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു മോർഗേജ് ഏജന്റ് വേണ്ടത്? മോർഗേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് വിൽ ബി ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ദാറ്റ് യു വുഡ് ബി മേക്കിംഗ് ഇൻ യുവർ ലൈഫ്. അതിന് ഇഷ്ടംപോലെ ചോയ്സുകളുണ്ട്, ഇഷ്ടംപോലെ ഡിസിഷൻസ് എടുക്കാനുണ്ട്. സോ റൈറ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഹാവിങ് എ ഹ്യൂജ് ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ മോർഗേജ് അല്ലെങ്കിൽ എന്താണ് മോർഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് ഇവിടുത്തെ നോർമലി ഒണ്ടേരിയയിൽ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ആ വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അത്രയും പൈസ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ യെസ്, മോർഗേജിൻ്റെ ആവശ്യമില്ല. പക്ഷേ അന്നേരം നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് മുഴുവൻ ഉപയോഗിക്കണം. മാത്രമല്ല എത്ര വർഷം സേവ് ചെയ്താലാണ് നമുക്കൊരു നല്ലൊരു സേവിങ് ഉണ്ടാക്കാൻ പറ്റുക, അതൊന്ന്. അപ്പോൾ ഇതില്ലാത്തത്രയും കാലം നമുക്ക് മോർഗേജിന് ആവശ്യം വരും. പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്ത് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഇല്ലാതായിരുന്നു, നേരത്തെ പറഞ്ഞ മാതിരി. അപ്പം സേവിങ്സിനെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫുൾ പൈസ നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. പകരം ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. ബാക്കി നമുക്ക് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കിൽ നിന്നും പല ലെൻഡേഴ്സും നമുക്ക് കിട്ടും. സോ അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് നമുക്ക് മോർഗേജ് എടുക്കുന്നത് കൊണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫൈനാൻഷ്യൽ ഡിസിഷൻ, ഹ്യൂജ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കിന് യു ഹാവ് ടു തിങ്ക് ആൻഡ് സിറ്റ് ഓവർ ഇറ്റ് ആൻഡ് ഒരു പ്രോപ്പർ ഡിസിഷൻ ആയിരിക്കണം എടുക്കുന്നത്. വീട് വാങ്ങാൻ വേണ്ടിയാണല്ലോ മെയിനായിട്ട് മോർഗേജ് ഏജന്റ് വേണ്ടത്. അതെ. നമുക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും ആൾക്കാർക്ക്. എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, അല്ലെങ്കിൽ എപ്പോഴും മോർഗേജ് ഏജന്റിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി 100 ചോദ്യങ്ങൾ ഒരാളുടെ കയ്യിൽ കാണും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു ഏജന്റിനെ ചെന്ന് കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം എവിടാണ് ശരിക്കും, വേർ ഡു വി സ്റ്റാർട്ട് വെൻ വി വാണ്ട് ടു കൺസൾട്ട് വിത്ത് എ മോർഗേജ് ഏജന്റ്? വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം പല ആൾക്കാർക്ക്, ഇപ്പം ഞാൻ തന്നെ പലരോടും സംസാരിക്കുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഉണ്ടായ സംശയമാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ലായിരുന്നു എന്താ ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യുവർ കറന്റ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഈസ്. അതായത് നിങ്ങളുടെ ഇൻകം എന്ത്, എത്ര ഡെറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ക്രെഡിറ്റ് ഒക്കെ എങ്ങനെയുണ്ട്. പിന്നീട് ഹൗ മച്ച് ഡൗൺ പേയ്മെൻറ്റ് ദാറ്റ് ഐ ക്യാൻ റിയലിസ്റ്റിക്കലി പുട്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് എത്ര ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിത് ഈ വീടിൻ്റെ ഉദ്ദേശം എന്താണ്, ഹൗ ലോങ് ആർ യു ഗോയിങ് ടു സ്റ്റേ ദെയർ. ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പിറ്റ് സ്റ്റോപ്പ് മാതിരി 2-3 വർഷം മാത്രം നിൽക്കാനാണോ, അതോ എക്കാലവും നിൽക്കാനുള്ളൊരു വീടാണോ, അങ്ങനത്തെ കുറേ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നിങ്ങളത് ലോങ് ടൈം ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മന്ത്ലി പേയ്മെൻറ്റ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാവരും കൂടി ഫാമിലിക്ക് അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, വാട്ട് ഈസ് മൈ കംഫർട്ട് ലെവൽ.
ഒരു മാസം നമുക്ക് എത്ര പൈസ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുടക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം യു ജസ്റ്റ് ഹാവ് ടു കോൺടാക്ട് വൺ ഓഫ് ദ മോർഗേജ് ഏജൻറ്റ്സ്. അല്ല, വീട് വാങ്ങുന്ന കാര്യത്തിലാണ് നമ്മൾ മോർഗേജ് ഏജന്റ് പറഞ്ഞു. അപ്പം എത്ര നമ്മുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് കാണണം ഒരു വീട് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം മോർഗേജ് എമൗണ്ട് നമുക്ക് കിട്ടും? അതും വളരെ നല്ല ചോദ്യമാണ്. ഇപ്പം മോർഗേജിനെ സംബന്ധിച്ച് എല്ലാം നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം മോർഗേജിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പുകളിൽ ഒരെണ്ണം ഞാൻ പറയാൻ വിട്ടുപോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഇപ്പോൾ ഒരു മോർഗേജ് ഏജന്റിനെ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് എത്രത്തോളം മോർഗേജ് കിട്ടും എന്നുള്ളത് മോർഗേജ് ഏജന്റ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. അല്ലെങ്കിൽ അതർ വേർഡ്സ് വി ക്യാൻ സേ മേ ബി പ്രീ അപ്രൂവൽ. പക്ഷെ പ്രീ അപ്രൂവൽ കൊണ്ട് അതിൻ്റെ അർത്ഥം അപ്രൂവൽ കിട്ടി എന്നല്ല. പ്രീ അപ്രൂവൽ മാത്രമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുറേ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രീ അപ്രൂവലൊക്കെ എടുക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീ അപ്രൂവൽ അല്ലെങ്കിൽ നമുക്ക് മോർഗേജ് ഏജന്റിനെ കാണുമ്പോഴത്തേക്ക് എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ദെൻ യു ക്യാൻ നാരോ ഡൗൺ യുവർ സെർച്ച്. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ പല പല ഇപ്പോൾ റിയൽറ്റേഴ്സിന് അടുത്ത് പോയതിനു ശേഷം 100,000 വീടുകൾ കാണുന്നു. അപ്പോൾ അതിന് ഇഷ്ടം പോലെ മെൻ്റൽ സ്ട്രെസ്സും നിങ്ങളുടെ ടൈം ഒത്തിരി പോകുന്നു. അപ്പോൾ നമ്മൾ ആ കൂടെ അവസാനമാകുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് കൂടുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇഫ് യു ആക്ച്വലി കോൺടാക്ട് എ മോർഗേജ് ഏജന്റ് ഫസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് യു ക്യാൻ ഗോ. അപ്പോൾ നമ്മുടെ സെർച്ച് നാരോ ഡൗൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ലാഭിക്കുകയും ചെയ്യാം. പിന്നെ എന്തുമാത്രം ഡൗൺ പേയ്മെൻറ്റ് വേണമെന്നുള്ളത്. ഡൗൺ പേയ്മെൻറ്റിന് ഇതുവരെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ $500,000 $5 ലക്ഷം വരെ 5%, അത് നേരത്തെ ഉണ്ടങ്ങനെ. അതിനുശേഷം ഇപ്പോൾ 501,000 തൊട്ട് 1.5 മില്യൺ വരെ ആ എമൗണ്ടിൻ്റെ 10%. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 8 ലക്ഷത്തിൻ്റെ വീട് അഭി വാങ്ങിക്കാമെന്ന് വെച്ചു. ആദ്യത്തെ 5 ലക്ഷത്തിൻ്റെ 5%, അതായത് $25,000 അല്ലേ. പിന്നെ ബാക്കിയുള്ള 5 തൊട്ട് 8 വരെ എന്ന് പറയുമ്പോൾ $3 ലക്ഷം. ആ 3 ലക്ഷത്തിൻ്റെ 10%, അപ്പോൾ 30,000. ഇപ്പോൾ 30 + 25,000 എന്ന് പറയുമ്പോഴത്തേക്കിന് $55,000. അതാണ് നമുക്ക് വേണ്ടിയ മിനിമം ഡൗൺ പേയ്മെൻറ്റ്. പക്ഷേ സാധാരണ ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, 5% മതിയല്ലോ എന്ന്. 5% മതി, പക്ഷേ അത് ആദ്യത്തെ 5 ലക്ഷത്തിന് മാത്രം. ഓക്കെ, ശരിക്കും ഭയങ്കര ട്രിക്കിയാണല്ലേ ഈ ഭയങ്കരം. കുറേ സ്കാമുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ആളുകൾ ചെന്ന് കുടുക്കിൽ വീഴുന്നതായിട്ടൊരു ഫീൽഡല്ലേ ഈ വീട് വാങ്ങുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫോർഡബിലിറ്റി, നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്. അത് ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പലരും ചോദിക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം ദാറ്റ് ഐ ക്യാൻ ഗെറ്റ്. ശരിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാക്സിമം ലിമിറ്റ് വരെ നമുക്ക് പോകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വി ഡോണ്ട് നോ അബൌട്ട് ദ ഫ്യൂച്ചർ. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസസ് കൂടാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം, ചിലപ്പം ഇൻട്രസ്റ്റ് റേറ്റ് മാറാം, ചിലപ്പം എന്തും ആകാം. ചിലപ്പോൾ വലിയ എമർജൻസി വരാം. കാരണം അത് പൊതുവെ പറയുന്നത് എമർജൻസീസ് ഡസൻറ്റ് കം വിത്ത് ആൻ ഇൻവിറ്റേഷൻ. സോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് സംഭവം നമ്മുടെ ലൈഫ് മാറാം, ലൈഫ് സ്റ്റൈൽ മാറാം, ലൈഫ് ഹാപ്പൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ പോയി കഴിഞ്ഞാൽ യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദ സെയിം പേയ്മെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. സോ നെവർ ഗോ ഫോർ ദ മാക്സിമം, ബട്ട് ഓൾവേസ് ഗോ ഫോർ ദ കംഫർട്ടബിൾ ലെവൽ. അതിന് ഞാൻ സ്കാം എന്നൊന്നും പറയില്ല, പക്ഷേ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. നമ്മൾ എപ്പോഴും മാക്സിമത്തിൽ പോകരുത്. എപ്പോഴും ഒരു മീഡിയം ലൈൻ വേണം. നാളെ എന്ത് എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു എപ്പോഴും അഫോർഡബിൾ റേറ്റിൽ മാത്രം നമ്മൾ പോകാന്നുള്ളത്. കറക്റ്റാണ് ആ വാക്ക്, അഫോർഡബിൾ ആൻഡ് കംഫർട്ടബിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം അറിയാം, എത്ര പൈസ നമുക്ക് കിട്ടുന്നുണ്ട്, ഈ പൈസ നമുക്ക് ഉള്ളൂ, നമുക്ക് വേറെ പൈസയൊന്നുമില്ല. അപ്പം ഇത് വെച്ചിട്ട് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മൾ മോർഗേജ് പേയ്മെൻറ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ റിവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം ചിലപ്പം ഈ വലിയ വീടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലായിരിക്കും. വേണ്ട, നമുക്ക് പറ്റുന്നത് പോലെ മതി. വീടെപ്പോഴും സ്വപ്നമാണ്. ആ സ്വപ്നം മാത്രമായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം കൊണ്ട്, വീട് വാങ്ങിക്കുന്നത് എന്തിനാ? ടു ലിവ് ഇൻ പീസ്, നോട്ട് ഇൻ പീസസ്. ഞാൻ പറഞ്ഞേ, ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റിലെ റിയലക്ടറിനെ ഞാൻ വീടുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ റിയലക്ടർ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, അപ്പം ഇവരെല്ലാം പറയുന്ന ആദ്യത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് പറ്റുന്ന വീട് മാത്രമേ വാങ്ങാവുന്നതാണ് എല്ലാവരും പറയുന്നൊരു അഡ്വൈസ്. അപ്പം ശരിക്കും അങ്ങനല്ല കറണ്ട് സിനാരിയോ എന്നുള്ളതുകൊണ്ടല്ലേ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകൾ അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ അഫോർഡബിലിറ്റിക്ക് മേളിലുള്ള വീടുകളാണ് വാങ്ങാൻ ശ്രമിക്കുന്നത് എപ്പോഴും. അതവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ അവരങ്ങനെ പറയുന്നത്, അഡ്വൈസ് ചെയ്യുന്നത്. ശരി തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സെനേരിയോയിൽ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ ദർ ആർ ലോട്ട്സ് ഓഫ് houses available for a lower price, and interest is also that low. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു ലോ പ്രൈസും
ലോ ഇൻട്രസ്റ്റും രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരിക്കും. സാധാരണ അങ്ങനെ വരുന്നതല്ല. ഒന്നുകിൽ ഇൻട്രസ്റ്റ് കുറയുമ്പോഴത്തേക്കിന് വീടിൻ്റെ വില കൂടുകയോ വീടിൻ്റെ വില കുറയുമ്പോഴത്തേക്കിന് ഇൻട്രസ്റ്റ് കൂടുക, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. വൈസ് വേഴ്സയാണ് സംഭവം നടക്കുന്നത്. പക്ഷെ ഇപ്പം എന്തോ ഭാഗ്യമാണ്, ഇൻട്രസ്റ്റും കുറവാണ്, വീടിൻ്റെ വിലയും കുറവാണ്. സോ അഫോർഡബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വീടുകൾ വാങ്ങിക്കാനുള്ള നല്ല റേഞ്ചിലുള്ള എന്തുകൊണ്ടാണ് ഇപ്പം മാർക്കറ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത് ഇപ്പോഴത്തെ സീനിൽ? അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു 1-2 കാര്യം പറയാം. നമ്മുടെ കോവിഡ് സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറവായിരുന്നു, 1% ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് മോർഗേജ് കിട്ടാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് വീടിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കുറവാകുമ്പോഴത്തേക്കിന് ലോൺ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ലോൺ കിട്ടാൻ എളുപ്പമായപ്പോഴത്തേക്കിന് ആൾക്കാരുടെ വീണ്ടും ഒത്തിരി ബിഡിങ്ങും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കിന് വീടിൻ്റെ വില കൂടി. വീടിൻ്റെ വില കൂടിയപ്പോഴത്തേക്കിന് കോവിഡ് മാറി. അപ്പം നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൈം റേറ്റ് അത് താഴോട്ട് വരാൻ തുടങ്ങി, അല്ല മുകളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയപ്പോഴത്തേക്കിന് ആ സെയിം വിലയ്ക്ക് വീട് വാങ്ങിക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല, കാരണം വില കൂടുതലാണ്. അപ്പം പതുക്കെ വീടിൻ്റെ വില താന്നു തുടങ്ങി. ഇൻട്രസ്റ്റ് കൂടി, വീടിൻ്റെ വില താന്നു തുടങ്ങി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെ രീതിയിലുള്ള ഡൗൺ പേയ്മെൻറ്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വീട് വാങ്ങാൻ വേണ്ടി? അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡൗൺ പേയ്മെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ? ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് 5% തൊട്ട് 10% ആ ഒരു ഇതാണ് കിടക്കുന്നത്. നമുക്ക് പല സോഴ്സസ് ഉണ്ട് നമുക്ക് ഡൗൺ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. പലതെന്ന് പറയുമ്പോൾ, ഒന്ന് സ്വന്തമായിട്ട് സേവ് ചെയ്ത പൈസ, നമ്മുടെ റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ. അതിനകത്ത് പല ബാങ്കുകളും ഓഫർ ചെയ്യുന്നുണ്ട്, ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട്സ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാം. അതുമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹോം സേവിങ്സ് അക്കൗണ്ട്, FHSA എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് പുതിയതാണ്, അത് ഉപയോഗിക്കാം. പിന്നീട് RRSP ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 സംഭവങ്ങൾ. ഒന്ന് RRSPയും ഒന്ന് FHSAയും. ഇത് രണ്ടും വളരെ പ്രത്യേകതയുള്ള സംഭവങ്ങളാണ്. കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്, ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്, എനിക്ക് വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ഡൗൺ പേയ്മെൻറ്റ്. ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, ഡൗൺ പേയ്മെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതായത് 0 ഡൗൺ പേയ്മെൻറ്റിൽ വീട് വാങ്ങുക, ജസ്റ്റ് ലൈക്ക് ബൈയിങ് എ ഫോൺ വിത്തൗട്ട് ഡൗൺ പേയ്മെൻറ്റ്. ഇൻ എ വേ യെസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഏകദേശം 100,000 മേളിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് ഇല്ല, സേവ് ചെയ്യാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് ഓരോരുത്തരുടെ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളിക്കാരൻ്റെ നോട്ടീസ് ഓഫ് അസസ്മെൻറ്റിനകത്ത് നമുക്ക് എല്ലാവരുടെയും നോട്ടീസ് ഓഫ് അസസ്മെൻറ്റ്, പ്രീവിയസ് ഇയേഴ്സ് നോട്ടീസ് ഓഫ് അസസ്മെൻറ്റിനകത്ത് നമുക്ക് RRSP റൂം എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്, പേജ് 3 മറ്റേ കിടക്കുന്നത്. RRSPക്കകത്ത് നമുക്ക് പൈസ സേവ് ചെയ്യാം. പക്ഷെ അതിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൈസ വേണ്ടേ? പൈസ ഇല്ല. ആ RRSP എന്ന് പറഞ്ഞ ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഉള്ളൂ നമുക്ക് ബോറോ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ RRSP നമുക്കിപ്പോൾ ഇപ്പോൾ അതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട്, $35,000 നമുക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത്, പ്രൊവൈഡഡ് ആ വ്യക്തിക്ക് അത്രയും റൂം അവൈലബിൾ ആണെങ്കിൽ. എല്ലാവർക്കും അത്രയും റൂം അവൈലബിൾ ആവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല, ചിലപ്പോൾ എനിക്ക് കൂടുതലായിരിക്കാം. ഇപ്പോൾ എനിക്ക് 35,000 ഉണ്ടെന്ന് വെച്ചു റൂം അവൈലബിൾ, അതിന് മൊത്തം എനിക്ക് ലോൺ എടുത്തിട്ട് അതെനിക്ക് RRSP അക്കൗണ്ടിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാം. അതായത് RRSP ലോൺ എടുക്കുന്നു, അത് നേരെ RRSP അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 90 കാലണ്ടർ ഡേയ്സ്, ബിസിനസ് ഡേയ്സ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 90 കാലണ്ടർ ഡേയ്സ് ആ അക്കൗണ്ടിൽ കിടന്ന് 91-ാം പക്കം കാലണ്ടർ ഡേ അത് വിത്ഡ്രോ ചെയ്യാം, ടാക്സ് ഫ്രീ. എന്നിട്ട് അത് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് പലർക്കും അറിയത്തില്ല. കാരണം എല്ലാവരും RRSP എന്ന് പറയുമ്പോഴത്തേക്കിന് രജിസ്റ്റർ റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ, എനിക്ക് റിട്ടയർ ചെയ്യാൻ പ്ലാനൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്ര പൈസ മുടക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അത് എടുക്കാറില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഹോം ബയർ ആണോ, നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ബെനിഫിറ്റാണ്. കാരണം 2 ബെനിഫിറ്റ് ഉണ്ട് RRSP അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഒന്ന്, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ 2 ബെനിഫിറ്റ് ഉണ്ട് RRSPക്ക്. പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ $35,000 ഒരാൾക്ക്. അതിൽ അത്ര റൂം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത്. എന്താണ് ഈ റൂം അവൈലബിൾ? റൂം എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി RRSP എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം നിങ്ങളുടെ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിൻ്റെ ഒരു 18% ഒക്കെയാണ് ഈ RRSP റൂമായിട്ട് എല്ലാ വർഷവും കിട്ടുന്നത്. അതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ 10 വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ ടാക്സ് ഫ്രീ RRSPയുടെ റൂം ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വരുന്നത്. അതിന് നമ്മൾ റൂം, അതായത് എത്രത്തോളം പൈസ നമുക്ക് RRSPയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് ഈ RRSP റൂം എന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് FHSA, ഫസ്റ്റ് ഹോം സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക്
എത്ര ജോലി ഉണ്ടോ അതുപോലും വിഷയമല്ല. ഇൻകം റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ് അവിടെ ഇല്ല. എങ്കിലും നിങ്ങൾക്ക് $8,000 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൊവൈഡ് യു ഹാവ് ദ മണി. $8,000 ഒരു വർഷം ഡിപ്പോസിറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. പക്ഷേ ലൈഫ് ടൈം 40,000 ഉള്ളൂ. ഭയങ്കര കൺഫ്യൂസിങ് ആണല്ലേ. ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാലും ഒരു മോർഗേജ് ഏജൻറ്റിനെ കാണുമ്പോഴത്തേക്കും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്നതുമാണ്. കൺഫ്യൂഷൻസ് അല്ല, ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ when you deal with a professional, they know and they will explain everything to you. ശരിക്കും ഈ പറഞ്ഞ ഇത്രയും ഫെസിലിറ്റീസ് എത്ര ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? പകുതിക്ക് മേളിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. കാരണം അറിയില്ല. ഓക്കെ. കാരണം നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോവോ അത് ഫ്രണ്ടിനോട് ചോദിക്കുമോ? ഡോക്ടറിന് എടുത്തു അല്ലേ? പക്ഷേ പൊതുവേ ആൾക്കാർ ചെയ്ത് നമ്മൾ ഫ്രണ്ടിനോട് ചോദിച്ചാൽ അവന് തലവേദന വന്നപ്പോൾ ഇതാ ചെയ്തത് എന്നും പറഞ്ഞാൽ നമ്മൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷേ അവൻ്റെ തലവേദന ആയിരിക്കില്ല നമ്മുടെ തലവേദന. അതുപോലെ തന്നെ ഒരു മോർഗേജിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും. ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ പറയത്തുള്ളൂ. ദേ മൈറ്റ് നോട്ട് ബി ഡൂയിങ് മോർഗേജസ്. സോ അതുകൊണ്ട് എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ആൻഡ് അഡ്വൈസ്ഡ് ടു അപ്രോച്ച് എ മോർഗേജ് ഏജൻറ്റ്. വീട് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ചെയ്യാൻ കാരണം അത്രത്തോളം നമ്മൾക്ക് പേഴ്സണലി മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെ പറ്റി മാത്രമാണ്. ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് വേണ്ട അഡ്വൈസുകൾ. അപ്പം ആസ് എ മോർഗേജ് ഏജൻറ്റ് എന്തൊക്കെയാണ് ഒരു ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്? നമുക്ക് ഈ ഫസ്റ്റ് ടൈം ഹോം ബയർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയൊരു ബെനിഫിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഫെഡറലി. ഇപ്പോൾ പക്ഷേ ഫെഡറലി കൊടുക്കുന്നതിന് പകരം ഫെഡറൽ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ യെസ്, ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. $750 ചെല്ലുവാനും നമുക്ക് കിട്ടും. പക്ഷേ മുനിസിപ്പാലിറ്റീസ്, ദർ ആർ സർട്ടൻ മുനിസിപ്പാലിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് ദാറ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ബ്രാൻഡ്ഫോർഡ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രാൻഡ്ഫോർഡ് നമ്മുടെ ഹാമിൽട്ടൺ അപ്പുറത്തുള്ള സിറ്റിയിൽ താമസിക്കുന്നവർക്ക് സിറ്റി ഡൗൺ പേയ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന്. അതുപോലെ തന്നെ റീജിയൻ ഓഫ് വാട്ടർലൂ, അവിടെയും അവരുടെ സിറ്റി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് രണ്ടുമാണ് ഇപ്പം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഹോം ബയർ ബെനിഫിറ്റ്. പിന്നെ ഈ ഫസ്റ്റ് ടൈം ഹോം ബയറിനെ പറ്റി തന്നെ പലർക്കും പല സംശയമുണ്ട്. ഈസ് മൈ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം തിങ് ആണോ? എല്ലാവരുടെയും വിചാരം ആണെന്നാണ്. പക്ഷേ അല്ല. ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വൺസ് ഇൻ എ ലൈഫ് ടൈം തിങ്. ഈ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് യുവർ നെയിം ഷുഡ് നോട്ട് ബി ഓൺ എനി ടൈറ്റിൽ ഇൻ ദ പാസ്റ്റ് 4 years. അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ എനിക്കൊരു വീടുണ്ട്, ഞാനത് വിറ്റു, എന്തോ കാരണം കൊണ്ട് ഞാൻ വിറ്റു. അടുത്ത 4 വർഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചു. 5ാം വർഷം ഞാൻ വീണ്ടും ഫസ്റ്റ് ടൈം ഹോം ബയർ ആവുക. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് എ വൺസ് ഇൻ എ ലൈഫ് ടൈം തിങ്. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഓരോ 4 വർഷം നമ്മളൊരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. അങ്ങനെയല്ല, നമുക്ക് പ്രീവിയസ് 4 വർഷം നമ്മുടെ പേരിൽ ഒരു വീടും കാണാൻ പാടില്ല. അല്ല, അത് തന്നെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു വീടുണ്ട്, നെക്സ്റ്റ് 4 yearsലേക്ക് ആ പുള്ളി ആ വീട് വിറ്റു, അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ട് ആ പുള്ളിയുടെ പേരിൽ ഒരു വീടില്ലെങ്കിൽ എഗെയിൻ ആ പുള്ളി ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. എക്സാക്ട്ലി. അപ്പം എന്തൊക്കെ ബെനിഫിറ്റ്സ് ഒരു ഫസ്റ്റ് ടൈം ഹോം ബയറിന് കിട്ടും, അതെല്ലാം നമുക്ക് കിട്ടും. പലർക്കും അറിയില്ല. ഇത് പലർക്കും, അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊക്കെ മിസ് ഔട്ടായി പോകുന്നുണ്ടെന്ന്. ഇത് നമുക്ക് അറിവാണല്ലോ, നമുക്ക് ഇതൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ അവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പലരും ഇത് ചോദിക്കാറുമില്ല. എല്ലാവർക്കും അറിയേണ്ട എനിക്ക് എത്ര പൈസ കിട്ടുമെന്ന് മാത്രമാണ്. പക്ഷേ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വേറെയും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം സോറി ടു സേ, പക്ഷേ എന്നാൽ പറഞ്ഞാലും നമുക്ക് വല്ല സെപ്പറേഷനോ വല്ല ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ യു ബിക്കം എ ഫസ്റ്റ് ടൈം ഹോം ബയർ. ഓക്കെ. സോ ഇഫ് എ കപ്പിൾ ബൈ എ ഹോം, അവർ സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ ഒരാളുടെ പേരിലോട്ട് വീട് മാറുന്നു, മറ്റേയാളുടെ പേരിൽ വീടില്ല, and he automatically becomes a first time home buyer again. കാനഡ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി സപ്പോർട്ടുകൾ, എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. The bigger question is, are we using them? Unfortunately, majority of the people, they are not using them. So അതാണ് നമ്മൾ ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇവിടെ മെസ്സേജ് ആയിട്ട് പറയാനും ഒക്കെ ഉദ്ദേശിക്കുന്നത്. There are lots of facilities and information out there. You just have to contact. ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് അല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര ഒരു ഹ്യൂജ് ഡോളേഴ്സിന്റെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് അസിസ്റ്റൻസ് വരുന്നു. ഡൗൺ പേയ്മെൻറ്റ് അസിസ്റ്റൻസിനകത്ത് നിങ്ങളിപ്പം എഗെയിൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വാട്ടർലൂ റീജിയനിൽ അപ് ടു $600,000 പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് അവർ വാട്ടർലൂ പ്രോപ്പർട്ടി 5% അസിസ്റ്റൻസ് ഉണ്ട്.
ഈ പൈസ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യല്ലേ വേണം ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയം കളയണം, അത്രയും പൈസ സേവ് ചെയ്യണം. ഇതൊന്നും വേണ്ട, ആ സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യാണ്. സോ യു ആർ ആക്ച്വലി സേവിങ് ഔട്ട് എ ലോട്ട് ഓഫ് മണി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയവും നിങ്ങൾ ലാഭമാണ്. ടൈം ഈസ് മണി. അപ്പം ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് കോട്ട് ആൻ എക്സാമ്പിൾ ആണ്. ഈ മോർഗേജിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോർഗേജുകൾ എന്തൊക്കെയാണ്? ഒരു ഫിക്സഡ് മോർഗേജ് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുമോ, അതോ മോർഗേജിന് തന്നെ പല രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണോ? മോർഗേജ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോർഗേജാണ് ഉള്ളത്. ഒന്ന് ഫിക്സ്ഡ്, ഒന്ന് വേരിയബിൾ. ഓക്കെ. ഈ ഫിക്സ്ഡ് മോർഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പേര് പോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റും അതിൻ്റെ ടേംസും എല്ലാം ഫിക്സ്ഡ് ആണ് ഫോർ എ സർട്ടൻ ടേം. 3 years ആവാൻ, 5 years ആവാം. മോസ്റ്റ് പോപ്പുലർ ഇൻ കാനഡ ഇസ് 3 year and 5 year. ഓക്കെ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഗെയിൻ പേര് പോലെ തന്നെ വേരിയബിൾ ആണ്. എന്താണ് വേരിയബിൾ? അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വേരിയബിൾ. ഓക്കെ. ചിലപ്പോൾ കൂടാം, കുറയാം, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. ഡിപ്പെൻഡ് upon വാട്ട്? ഈ വേരിയബിൾ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ടോട്ടലി ഓൺ ദ പ്രൈം റേറ്റ്. ഇപ്പം ബാങ്ക് ഓഫ് കാനഡ കുറേ വർഷങ്ങളൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ കോവിഡിന് ശേഷം 2021 ശേഷമാണ് കനേഡിയൻസ് എല്ലാവരും ഈ ബാങ്ക് ഓഫ് കാനഡ പ്രൈം റേറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ബാങ്ക് ഓഫ് കാനഡ ഇങ്ങനെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നും അറിയുന്നത്. അതിന് മുന്നേ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. അപ്പം ഇതിങ്ങനെ കൂട്ടുമ്പം അല്ലെങ്കിൽ ഈ പ്രൈം റേറ്റ് മാറുമ്പം അതിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ റേറ്റും മാറും. വേരിയബിൾ റേറ്റ് മാറുമ്പോൾ എന്താണ് നമ്മുടെ ആസ് എ ക്ലയൻറ്റ് നമ്മുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേയ്മെൻറ്റ് ചിലപ്പോൾ സെയിം ആയിരിക്കാം, സിമിലർ ആയിരിക്കും. പക്ഷേ വേരിയബിൾ റേറ്റിനകത്ത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വേഴ്സസ് ഫിക്സ്ഡ്, നിങ്ങളുടെ അലോക്കേഷൻ ഓഫ് പേയ്മെൻറ്റ്. ഇപ്പം ഉദാഹരണത്തിന് $1,000 പേയ്മെൻറ്റ്. ഒരു മോർഗേജിൻ്റെ പേയ്മെൻറ്റ് മാസം $1,000 എന്ന് വെച്ചു. അതിൽ $500 ഇൻട്രസ്റ്റും $500 പ്രിൻസിപ്പളുമാണ്. അതാണ് എൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചു. അത് അന്നേരം നമ്മുടെ ഭാഗ്യത്തിന് റേറ്റ് കുറഞ്ഞു. ഓക്കെ. ബാങ്ക് ഓഫ് കാനഡയുടെ പ്രൈം റേറ്റ് കുറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഈ അലോക്കേഷൻ ഒന്ന് മാറും. അതായത് നമ്മളിപ്പോൾ 500 ഇൻട്രസ്റ്റോ 500 പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സംഭവം നേരെ 750 പ്രിൻസിപ്പളും 250 ഇൻട്രസ്റ്റുമായി മാറി. അപ്പം എന്താണ്, നമ്മുടെ മോർഗേജ് പെട്ടെന്ന് അടച്ചു തരും. അതുപോലെ തന്നെ പക്ഷേ തിരിച്ചും പോവാം. പ്രൈം റേറ്റ് കൂടിയാൽ 250 പ്രിൻസിപ്പളിലോട്ട് 750 ഇൻട്രസ്റ്റിലോട്ടും പോവാം. സോ ദാറ്റ്സ് ദ റിസ്ക് പാർട്ട് ഇൻ ദ വേരിയബിൾ മോർഗേജസ്. ഏതാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ആസ് എ മോർഗേജ് ഏജൻറ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ? അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ് ഇപ്പം നമുക്കിത് ഇങ്ങോട്ട് വീഴുവോ അങ്ങോട്ട് പോവോ ഒരു പിടുത്തവും ഇല്ലാത്ത അവസ്ഥയാണ്. കയ്യാലപ്പുറത്ത് തേങ്ങ, ഏകദേശം അതുപോലെയൊക്കെ വേണം പറയാം. അപ്പം അതുപോലത്തെ ഒരു മാർക്കറ്റിൽ ഐ വുഡ് നെവർ റെക്കമെൻഡ് എ വേരിയബിൾ. കാരണം നമുക്ക് അറിഞ്ഞുകൊടുത്ത് എന്താ സംഭവിക്കുന്നത്, ഇൻട്രസ്റ്റ് കൂടുവോ കുറയുവോ ഒന്നും അറിയില്ല. അപ്പോൾ അതുപോലുള്ള സമയത്ത് പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ എ ഫിക്സ്ഡ് റേറ്റ് ഫോർ 3 year or 5 years or whatever the case is. പക്ഷേ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എഗെയിൻ വിതൗട്ട് എനി ഡൗട്ട് ഞാൻ വേരിയബിൾ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. കാരണം ഡോളർ എമൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ യു മൈ ബി പേയിങ് മച്ച് ലെസർ ഓൺ എ വേരിയബിൾ റേറ്റ് ദാൻ എ ഫിക്സ്ഡ് റേറ്റ്. കാരണം എഗെയിൻ ഞാൻ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറഞ്ഞെന്ന് വെച്ചോ, കുറയുമ്പോഴത്തേക്കിന് വേരിയബിൾ റേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതൽ പൈസ നിങ്ങൾ പ്രിൻസിപ്പളിലേക്ക് അടയ്ക്കുകയാണ്. ഇപ്പം ഞാനും അബിയും 2 പേരും മോർഗേജ് എടുത്തു. അബി ഫിക്സ്ഡ് എടുത്തു, ഞാൻ വേരിയബിൾ എടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞപ്പോഴത്തേക്കിന് അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. അത്ര എബി സന്തോഷമാണ്, എബിക്ക് സന്തോഷം. കാരണം വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ എൻ്റെ പേയ്മെൻറ്റ് അവിടെ കൂടി. അതേ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞെന്ന് വെച്ചു, അതാണ് അബിയുടെ പേയ്മെൻറ്റ് വീണ്ടും അതുപോലെ തന്നെ നിൽക്കുക. പക്ഷേ ഞാൻ അവിടെ ചിരിക്കും, കാരണം എൻ്റെ പേയ്മെൻറ്റ് കുറഞ്ഞു. അതാണ് വ്യത്യാസം. പിന്നെ വേരിയബിൾ ആകുമ്പോൾ ഒത്തിരി നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഓപ്ഷൻസ് ഒക്കെ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂട്ടാം, പേയ്മെൻറ്റ് പ്രീ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് കൂടുതലാണ്, ഫ്ലെക്സിബിളാണ്. ഈ കോവിഡിന് ശേഷമാണ് ഈ ബാങ്ക് ഓഫ് കാനഡയുടെ ഈ വേരിയേഷൻസ് ആളുകൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് കൊറോണയ്ക്ക് ശേഷമാവാൻ കാരണം? അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ വിലയൊന്നും ഇത്ര ഹൈ അല്ലെന്ന്, ഇൻഫ്ലേഷനൊക്കെ ഓൾമോസ്റ്റ് കൺട്രോൾഡ് ആയിരുന്നു. ഓക്കെ. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പം ഗവൺമെൻറ് പുതിയ പൈസയൊക്കെ ഒത്തിരി ഓഫേഴ്സ് കൊടുത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഇക്കോണമിക് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പല കാരണങ്ങളാൽ വീടിൻ്റെ വില കണ്ടമാനം കൂടിപ്പാൻ എഗെയിൻ ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അതുപോലെ തന്നെ വലിയൊരു ഫൈനാൻഷ്യൽ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ദ ഇക്കോണമി, കനേഡിയൻ ഇക്കോണമി. അപ്പോൾ അങ്ങനെ അതിൻ്റെ വില കണ്ടമാനം കൂടിയപ്പോഴത്തേക്കിന് ഇൻഫ്ലേഷൻ സംഭവിച്ചു. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് വാസ് ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ദ റേറ്റ്സ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ആ ഒരു ട്രാൻസാക്ഷൻ കുറയുമ്പോഴത്തേക്കിന് ഒന്ന് കൂൾ ഡൗൺ ആവും എന്നുള്ള ഒരു കണ്ടീഷൻ്റെ പുറത്ത്, വിച്ച് ഇറ്റ് വർക്ക്ഡ്. ഇപ്പോൾ കൂൾ ഡൗൺ ആയി, അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 പ്രാവശ്യം ഇൻട്രസ്റ്റ് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞില്ല, പക്ഷെ കൂടിയുമില്ല. ഈ ഇത്രയും വളരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടൊരു വ്യക്തി എന്ന രീതിയിൽ, ഈ മോർഗേജ് ഏജൻസിൻ്റെ അല്ലെങ്കിൽ മോർഗേജ് ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി എന്ന രീതിയിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ.
എനിക്ക് വീട് വാങ്ങണം, അപ്പോൾ എനിക്കൊരു മോർഗേജ് ഏജന്റിനെ കാണണം. സോ ഞാൻ വീട് വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ക്വാളിഫൈഡ് ആയിരിക്കണം, ഹൗ ഐ വിൽ ക്വാളിഫൈ മൈസെൽഫ് ടു ബൈ എ ഹോം? നേരത്തെ പറഞ്ഞ ആ ഒരു എന്നാ പറയുന്നത്, കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ. അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെറ്റ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു മോർഗേജ് ഏജൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഹി ക്യാൻ എക്സ്പ്ലെയിൻ ടു യു വെയർ ആക്ച്വലി യു സ്റ്റാൻഡ്. കാരണം നമ്മൾ ക്യാഷ് ഫ്ലോ ആണ് ബേസിക്കലി നോക്കുന്നത്. പിന്നെ എത്രത്തോളം കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ മോർഗേജ് പേയ്മെൻറ്റ്സ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം എത്രത്തോളം കിട്ടും എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ശരിക്കും പറഞ്ഞാൽ, ഇപ്പം അബിയുടെ ഇൻകം ഡോക്യുമെൻറ്റ്സ്, അതായത് T4 ആവാം, അല്ലെന്നുണ്ടെങ്കിൽ പേ സ്റ്റബ് ആവാം, ലെറ്റർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആവാം, ഇതും പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കൂടെ തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് യു ക്യാൻ ഗോ ഫോർ മാക്സിമം. അതിനകത്തുനിന്ന് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ടബിലിറ്റിയും അഫോർഡബിലിറ്റിയും എല്ലാം നമുക്ക് ഉരുത്തിരിഞ്ഞെടുക്കാൻ പറ്റും. ഈ മോർഗേജിൻ്റെ അമോർട്ടൈസേഷൻ പീരീഡ് എന്ന് പറയുന്നൊരു ടേം ഉണ്ടല്ലോ, ശരിക്കും എന്താണ് ഈ അമോർട്ടൈസേഷൻ പീരീഡ്? അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈഫ് ഓഫ് ദ മോർഗേജ് എന്നേ ഉള്ളൂ. നമ്മുടെ ലൈഫ് പോലെ തന്നെ ലൈഫ് ഓഫ് ദ മോർഗേജ്. അത് 25 ഇപ്പം രണ്ട് രീതിയിലുള്ള അമോർട്ടൈസേഷൻസ് ഉണ്ട്. ഒന്ന് 25 വർഷത്തിൻ്റെ ഉണ്ട്, 30 വർഷത്തിൻ്റെ ഉണ്ട്. പോപ്പുലറായിട്ടുണ്ടായിരുന്നത് 25 വർഷത്തെയാണ്. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ജനുവരിയിൽ ഒരു ചേഞ്ച് നടത്തും. ബാങ്ക് ഓഫ് കാനഡ ഫൈനാൻസ് മിനിസ്റ്റർ ചേഞ്ച് വരുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അമോർട്ടൈസേഷൻ ഫസ്റ്റ് ടൈം ഹോം ബയർ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 20% ഡൗൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് 30 years അമോർട്ടൈസേഷനിലേക്ക് പോകാമെന്നുള്ള രീതിയിലാക്കി. ദാറ്റ്സ് എ ബിഗ് വിൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ 30 years അമോർട്ടൈസേഷൻ ഉള്ളപ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അഫോർഡബിലിറ്റി കൂടുക അവിടെ. കാരണം നമ്മുടെ പേയ്മെൻറ്റ് കുറഞ്ഞു. 25 വർഷം ആകുമ്പോഴത്തേക്കിന് നമ്മുടെ പേയ്മെൻറ്റ് കുറച്ചും കൂടെ ടൈറ്റാണ്. പക്ഷേ ആ 30 years ആകുമ്പോഴത്തേന് 5 വർഷത്തിൻ്റെ എക്സ്ട്രായും കൂടെ നമുക്ക് ആ ലെവറേജ് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഒത്തിരി കുറയും. അപ്പോൾ അന്നേരം നമ്മുടെ അഫോർഡബിലിറ്റി അതുപോലെ കൂടും. ശരിക്കും വീടെന്ന് പറയുന്നൊരു വലിയ ബേർഡനാണല്ലേ. 30 വർഷത്തേക്ക് നമ്മൾ എന്താ പറയുന്ന ഒരു ഊരാക്കുരുക്കിൽ പെട്ടുവെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുമോ? അത് അതിനെ ഞാൻ അങ്ങനെ കാണില്ല. കാരണം പലർക്കും ഒരു ഡ്രീമാണ്, ഒരു റൂഫ് ഓവർ ദ ഹെഡ്, അതൊരു ഡ്രീമാണ്. ആൻഡ് ഡ്രീം നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി, ഡ്രീം ഷുഡ് മേക്ക് dream is not something that you watch or see when you are sleeping. That is not the dream. Dream is something that should make you move. ആ ഒരു സംഭവം അതിനാണ് ഞാൻ ഇതിന് കൂടുതൽ കോറിലേറ്റ് ചെയ്തത്. കാരണം നമുക്കതൊരു ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നതിന് എല്ലാത്തിനും ഒരു ഭാരമായി മാറും. ഇപ്പം കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ബേർഡനാണോ? അല്ല. എന്നാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട് നമുക്കൊരു ഉത്തരവാദിത്തമാണ്. നമുക്കത് ഫ്യൂച്ചർ ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ നമുക്ക് ലൈഫാണ്, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ലൈഫ് ഹാപ്പൻസ്, എമർജൻസി ഒക്കെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡെറ്റ്സും കാര്യങ്ങളും വരാം. ആ ഡെറ്റ്സിനെയൊക്കെ നമുക്ക് ഈ വീടിൻ്റെ എക്വിറ്റിയിൽ നിന്ന് നമുക്ക് എടുത്ത് കൺസോളിഡേറ്റ് ചെയ്യാനും പറ്റും. സോ ആസ് ലോങ് ആസ് യു ഹാവ് എ ഹൗസ്, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. അത് പക്ഷേ വീടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഡ്രീം ഇല്ലാന്നുണ്ടെങ്കിൽ, ആ ഡ്രീം അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ളൊരു ദാറ്റ് ഈസ് ദ കീ. കംഫർട്ടബിലിറ്റി അത് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ വീഴും. ഒരു താളം തെറ്റലായിരിക്കും മൊത്തത്തിൽ. ഈ മോർഗേജിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോർഗേജിൽ പറഞ്ഞതിനകത്ത്, ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോർഗേജിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ എങ്ങനെയാണ്? എല്ലാത്തിനും ഫിക്സഡ് ആയിരിക്കുമോ? അതായത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ്? അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സ്ഡ് മോർഗേജിനും വേരിയബിൾ മോർഗേജിനും ഇൻട്രസ്റ്റ് റേറ്റ്സ് അത് വ്യത്യാസം വരും. ഫിക്സ്ഡ് മോർഗേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇറ്റ്സ് ഫിക്സ് ഫോർ എ സർട്ടൻ ടേം. 3 years ആവാം, 5 years ആവാം, മോസ്റ്റ് പ്രോബബിൾ ഇൻ കാനഡ. വേരിയബിൾ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ് ബേസ്ഡ് ഓൺ ദ ബാങ്ക് ഓഫ് കാനഡ പ്രൈം. പക്ഷേ ഫിക്സ്ഡ് റേറ്റ് മാറുന്നതിനകത്തുകൊണ്ട് കാര്യങ്ങൾ. ഇപ്പം പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ, നമ്മുടെ ബാങ്ക് ഓഫ് കാനഡ റേറ്റ് കുറച്ചു, പ്രൈം റേറ്റ് കുറച്ചു, അപ്പം അന്നേരം ഫിക്സ്ഡ് റേറ്റും കൂടെ കുറയില്ലേ? കുറയത്തില്ല. ബാങ്ക് ഓഫ് കാനഡ പ്രൈം റേറ്റ് കുറച്ചാലും ഫിക്സ്ഡ് റേറ്റ് കുറയത്തില്ല. കാരണം ഫിക്സ്ഡ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വേറൊരു കാര്യമാണ്, നമ്മുടെ ബോണ്ട്. ബാങ്ക് ഓഫ് കാനഡ അല്ല, കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ 5 years 3 years ഒക്കെ ബോണ്ടുകളുണ്ട്. ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഭയങ്കര വലുതാണ്. അപ്പോൾ ആ 5 years 3 years ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിക്സ്ഡ് റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിടക്കുന്നത്. ഈൽഡ് കൂടുമ്പോഴത്തേക്കിന് അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ അത് പ്രൈം റേറ്റ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണോ? ഓഫ് കോഴ്സ് നോട്ട് ഡയറക്ട്ലി, പക്ഷേ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. പക്ഷേ അവിടെ പ്രൈം റേറ്റ് കുറഞ്ഞത് കൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ഫിക്സ്ഡ് റേറ്റും കൂടെ കുറയണം എന്ന് വിചാരിക്കരുത്. അത് നടക്കില്ല. എത്രയാണ് ഒരു ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അത് അഗൈൻ ഡിപ്പെൻസ്. നമുക്കിപ്പം ഒരു
20% ഡൗൺ, അതായത് ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയും. 20% ഡൗൺ പേയ്മെൻറ്റ് താഴെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, അതായത് ഇൻഷുർഡ് മോർഗേജ് നമ്മൾ അത് വേറെ രീതി പറയും. ഇൻഷുർഡ് മോർഗേജാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബാങ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു ലെൻഡറിനെ സംബന്ധിച്ചും അവർക്ക് റിസ്ക് ഇച്ചിരി കുറവാണ്. കാരണം ഈ CMHC ഡീഫോൾട്ട് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആൾക്കാർ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എന്നാ നമ്മളൊരാൾക്ക് ഒരു എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പറഞ്ഞ ഉടനെ നമ്മൾ ഗൂഗിൾ ചെയ്യാൻ പറയും. അതെന്നുണ്ടെങ്കിൽ ഫേസ് ടിഷ്യൂ എടുക്കുന്നതിന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറയും. ഇതെന്തുവാ ശരിക്കും പറഞ്ഞാൽ എന്തോ അത് ക്ലീനറും മറ്റേ സെർച്ച് എഞ്ചിനാണ്. അതുപോലെ തന്നെ CMHC ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഡീഫോൾട്ട് ഇൻഷുറൻസ് ആണ്. അതാരും അറിയത്തില്ല. CMHC ഇൻഷുറൻസ് അത്രേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അതൊരു അനാലജി പോലെ കിടക്കുകയാണ്, ഒരു വെർബാണ് ഇപ്പം CMHC ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മോർഗേജ് എടുക്കുന്നു. ഇപ്പം അബി, ഞാൻ ബാങ്കാണ്, അബി ഒരു ക്ലയൻറ്റ് വന്ന് മോർഗേജ് എടുക്കുന്നു എൻ്റെ അടുത്തുനിന്ന്. അപ്പം എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന പൈസ തരികയാണ്, കടം തരികയാണ്. അപ്പം ബോറോ ചെയ്യുമ്പോഴത്തേക്കിന് എനിക്കൊരു റിസ്ക് ഉണ്ട്, അബി തന്നില്ലെങ്കിലോ. അപ്പം അബി മോർഗേജ് പേയ്മെൻറ്റ് ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഷുർഡാണ്. അതാണ് ഈ CMHC ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ലൈഫ് ഇൻഷുറൻസോ അതുപോലത്തെ സാധനങ്ങളൊന്നും അല്ല, ഡീഫോൾട്ട് ഇൻഷുറൻസ് ആണ് CMHC ഇൻഷുറൻസ്. CMHC മാത്രമല്ല, അങ്ങനെ 1-2 പ്ലെയേഴ്സ് ഉണ്ട് ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഷുറൻസ് ഫോർ ദ ബാങ്ക്, ഫോർ ദ ലെൻഡർ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ക്ലയൻറ്റ്. പക്ഷേ ക്ലയൻ്റ് ആണ് അതിൻ്റെ പ്രീമിയം പേ ചെയ്യുക എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ക്ലോസിങ്ങിനകത്ത് അതെല്ലാം വരും. ആർ ദെയർ പ്രോസ് ആൻഡ് കോൺസ് ഫോർ ദ അഷുറൻസ്? ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് നോ ഇഷ്യൂസ്. ഓൺലി തിങ് ഇസ് ദറ്റ് യു ഹാവ് ടു പേ. പക്ഷേ വൺസ് ഇൻഷുർഡ് ഈസ് ഓൾവേസ് ഇൻഷുർഡ് എന്നും കൂടെ പറയാം. അതായത് നമ്മൾ ഇൻഷുറൻസ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിക്കലെടുത്തു, അത് നമ്മുടെ ആ ഹോൾ ലൈഫ് നേരത്തെ പറഞ്ഞില്ല അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ അമോർട്ടൈസേഷനിലേക്ക് സ്പ്രെഡ് ചെയ്താൽ കിടക്കും. ഓക്കെ. മോർഗേജിൻ്റെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് സ്റ്റഡീസെല്ലാം നടത്തി. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് ടേംസാണ് APR, സ്ട്രെസ് റേറ്റ്. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെർമിനോളജീസ്? അത് പല ക്ലയൻസിനെയും ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഡിസ്ക്ലോഷർ കൊടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം സപ്പോസ് അവയ്ക്ക് ഞാൻ മോർഗേജ് തന്നു 3% ഇൻട്രസ്റ്റ് എന്ന് വെച്ചോ, അതിനകത്ത് സ്ട്രെസ് റേറ്റ് എന്ന് കാണും, അത് ചിലപ്പം 5% ആയിരിക്കും. APR കാണും. APR എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഒരു 4% വല്ല ആയിരിക്കും. അപ്പോൾ എബിക്ക് ആ കൂടെ കൺഫ്യൂഷൻ, എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ 3 ആണോ 4 ആണോ 5 ആണോ? ഈ കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ കോൺട്രാക്ട് റേറ്റ് എന്ന് പറയുന്ന സാധനം, അതാണ് ശരിക്കും പറഞ്ഞാൽ അബി പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം 3% നേരത്തെ പറഞ്ഞല്ലോ, അബി 3% തരുന്നത് അല്ലെങ്കിൽ അടയ്ക്കുന്നത്. അതാണ് അബിയുടെ ഇൻട്രസ്റ്റ് റേറ്റ്. സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് സ്ട്രെസ് ടെസ്റ്റ്. ഇപ്പം മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എങ്കിലും അബിക്ക് അത് അടയ്ക്കാൻ പറ്റണം. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അബിയുടെ 3%, അബി അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 3% പ്ലസ് 2%. അപ്പോൾ അതായത് 5%. അല്ലെന്നുണ്ടെങ്കിൽ 5.25%. അതാണ് അതൊരു നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന 2021 സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 5.25 എന്നുള്ളത്. അത് അല്ലെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് റേറ്റ് പ്ലസ് 2%, വിച്ച് എവർ ഈസ് ഹയർ, ലോവർ അല്ല. അതായിരിക്കും ഈ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താ സ്ട്രെസ് ടെസ്റ്റ് ആൻഡ് ക്ലയൻറ്റുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് പേ ദാറ്റ്. പക്ഷേ ആസ് എ മോർഗേജ് ഏജൻറ്റ് വി ഹാവ് ടു ഗെറ്റ് യു അപ്രൂവ്ഡ് ഓൺ ദ സ്ട്രെസ് ടെസ്റ്റ്. അതാണ് ഈ സ്ട്രെസ് ടെസ്റ്റിൻ്റെ വ്യത്യാസം. ബേസിക് പാരാമീറ്റർ പോലെ നിങ്ങൾക്ക് അത് വെച്ച് വേണം നമ്മൾ നിങ്ങളെ അപ്രൂവ് ചെയ്യാൻ. നിങ്ങൾ അടയ്ക്കുന്നത് 3 ആണെങ്കിലും ഞങ്ങൾക്ക് അപ്രൂവൽ എടുക്കേണ്ടത് 5% പുറത്താണ്, +2 അടയ്ക്കുന്നതിൻ്റെ +2. പിന്നെ APR എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് മോർഗേജ് എടുക്കുമ്പോഴത്തേക്കിന് പല പല കോസ്റ്റുകൾ ഇൻവോൾവാണ്. നിങ്ങളുടെ ലോയർ ഫീസ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ വരാം, പിന്നീട് ഈ ഞാൻ പറഞ്ഞല്ലോ CMHC ഇൻഷുറൻസ്, അതിൻ്റെ സെയിൽസ് ടാക്സ് വരാം, അപ്രൈസിൽ വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളുടെ കോസ്റ്റിനകത്ത് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ APR അല്ലെങ്കിൽ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് യു ടു ബൈ ദാൻ മോർഗേജ് എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് സിസ്റ്റത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരും. പക്ഷേ അഗെയിൻ ദാറ്റ് ഈസ് നോട്ട് ദ ഇൻട്രസ്റ്റ് ദാറ്റ് യു ആർ പേയിങ്. ഈ മോർഗേജ് ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ്, അതിൻ്റെ ലീഗൽ ഫീസ് എന്തെങ്കിലും ഉണ്ടോ? ആപ്ലിക്കേഷൻ ഈസ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ മോർഗേജ് ഏജൻറ്റിനും ഒന്നും കൊടുക്കുന്നത് എവറിത്തിങ് ഈസ് ഫ്രീ. ദ ഓൺലി ഫീ ദാറ്റ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ദിസ് ട്രാൻസാക്ഷൻ ഈസ് എ ലീഗൽ ഫീ, ലോയർ ഫീ. കാരണം അവർക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് ചെക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് റിയൽറ്റിയിൽ. സോ ലോയർ ഫീസ് ഇൻവോൾവ് ആണ്. അപ്രൈസൽ ഫീസ് ഉണ്ടെങ്കിൽ എപ്പോഴും എല്ലാ കേസിലും വരണമെന്നില്ല, അപ്രൈസൽ ഫീസ് ഇൻവോൾവ് ആവാം. CMHC ഇൻഷുറൻസിന് ഉണ്ട്. പിന്നെ CMHC ഇൻഷുറൻസിന് തന്നെ അതിൻ്റെ സെയിൽസ് ടാക്സ്
ഈ CMHC ഇപ്പം നിങ്ങൾ 20% താഴെ ഇടുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. 20% മേളിലാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റേ CMHC ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ സെയിൽസ് ടാക്സും വരത്തില്ല. പക്ഷേ ഇൻഷുർഡ് ആണെന്നുണ്ടെങ്കിൽ CMHC ഇൻഷുറൻസ് വരും. പിന്നീട് ഡൗൺ പേയ്മെൻറ്റ് കോസ്റ്റ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മെയിനായിട്ടുള്ള കോസ്റ്റുകൾ. എൻ്റെ മോർഗേജ് ഇപ്പം ഞാൻ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് അതിനനുസരിച്ചുള്ളൊരു മോർഗേജ് ഞാൻ ഫിക്സ് ചെയ്ത് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ബട്ട് ഇൻ ഫ്യൂച്ചർ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് മാറി. സോ ഐ എം ഏണിങ് മച്ച് മോർ ദാൻ പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ എനിക്കിത് ബ്രേക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് റീപേ ചെയ്ത് തീർക്കാൻ പറ്റുമോ? യെസ്. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഏകദേശമുള്ളൊരു സംശയമാണ്. അതായത് നമ്മുടെ മോർഗേജ് ഇപ്പം അബി മോർഗേജ് എടുത്തു 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറി, എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചും കൂടെ വലിയൊരു വീട്ടിലോട്ട് മൂവ് ചെയ്യണം. യെസ്, വെരി മച്ച് പോസിബിൾ. അതിന് നമ്മൾ ഇപ്പം അബി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അത് വിറ്റിട്ട് നമ്മൾ അടുത്തോട്ട് കയറുവാണല്ലോ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കിന് അതിന് നമുക്ക് മോർഗേജ് പോർട്ട് ചെയ്യാം. അതായത് മോർഗേജ് പഴയ വീട്ടിൽ നിന്ന് എടുത്ത് പുതിയ വീട്ടിലോട്ട് കയറ്റാം, ട്രാൻസ്ഫർ ചെയ്യാം ആ മോർഗേജിന്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അബിയുടെ ഇപ്പോഴത്തെ വീടിൻ്റെ മോർഗേജ് 5 ലക്ഷം, പുതിയ വീടിൻ്റെ മോർഗേജ് 8 ലക്ഷം. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ മോർഗേജ് പഴയ വീട്ടിലുണ്ടല്ലോ, ഇനി അതിന് 2-3 വർഷം പെൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് ഇയേഴ്സ് ഉണ്ടെന്ന് വെച്ചു, ആ മോർഗേജ് അവിടെ നിന്ന് എടുത്ത് നേരെ പുതിയ വീട്ടിലേക്ക് കയറ്റാം. പക്ഷേ എങ്കിലും 3 ലക്ഷം പിന്നെയും ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുക, കാരണം പുതിയ വീടിൻ്റെ വില 8 ലക്ഷം അല്ലേ. അതിന് വേണ്ടി നമ്മൾ പുതിയ മോർഗേജ് എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ അതിനെ ബ്ലെൻഡഡ് റേറ്റ് എന്നും പറയും. പോർട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക റേറ്റിനെ. അപ്പം ആ പുതിയ വീടിൻ്റെ 5 ലക്ഷത്തിന് പഴയ മോർഗേജിൻ്റെ റേറ്റും പുതിയ പോർഷന് പുതിയ മോർഗേജിൻ്റെ റേറ്റും വരും. അതാണ് നമ്മൾ ബ്ലെൻഡഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ശരിക്കും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഇതിൻ്റെ ടേം തീരുന്നതിന് മുന്നാകുമ്പോഴത്തേക്കിനും ഒരു പെനൽറ്റി വരാം. ആ പെനൽറ്റിയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഫിക്സ്ഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെനൽറ്റി വരും. പക്ഷേ സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് പർച്ചേസ് ഓഫ് ദ ന്യൂ പ്രോപ്പർട്ടി, സെയിൽ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് ദ പർച്ചേസ് ഓഫ് യുവർ ന്യൂ പ്രോപ്പർട്ടി, ഇത് രണ്ടും 90 ദിവസത്തിനകത്താണ്. 3 മാസത്തിനാണ് നടക്കുന്നതെങ്കിൽ ഈ പോർട്ടിങ് നടക്കുമ്പം ഈ പെനൽറ്റി വേവ് ചെയ്യും. പക്ഷേ വേരിയബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പുതിയ അറിവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് പുതിയ അറിവായിരുന്നു എനിക്ക്. ഒത്തിരി ക്ലയൻസ് അതുകൊണ്ട് മിസ് ഔട്ടായി പോകുന്നുണ്ട്. എത്ര പേർക്ക് അറിയാം? വളരെ ചുരുക്കം പേർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ മോർഗേജ് ഇനിയിപ്പോൾ 3-4 വർഷം കൂടെ ഉണ്ട്, അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ്സ്, ഡെറ്റ്സ്, ലൈൻസ് ഓഫ് ക്രെഡിറ്റ്സ്, ലോൺസ്, കാർ ലോണൊക്കെ വരുമ്പോഴത്തേക്കിന് അതിനെയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും ആസ് ലോങ് ആസ് യു ഹാവ് ദ എക്വിറ്റി ഓൺ ദ പ്രോപ്പർട്ടി. അപ്പോൾ അന്നേരം പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൾ മിസ്സിങ് ഔട്ട് ഓൺ ഓൾ ദീസ് തിങ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. ചിലർക്കെങ്കിലും അറിയാം ബ്രേക്ക് ചെയ്യാം, പക്ഷേ അവരുടെ വിചാരം പെനൽറ്റി ഉണ്ടാവും. സംടൈംസ് ഇറ്റ് മേക്സ് സെൻസ് ടു ബ്രേക്ക് ദ പേ ദ പെനൽറ്റി ആൻഡ് മൂവ് ഔട്ട്. കാരണം ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. പണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ 21 വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. അവർ അത് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ വീട്ടിലോട്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കയറുമ്പോഴത്തേക്കിന് ഇറ്റ് മേക്സ് മോർ സെൻസ് ഫോർ ദം. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ്, പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടാൻ പറ്റുമോ? പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കൂട്ടാം. അത് പല ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പല രീതിയാണ് കിടക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ മന്ത്ലി പേയ്മെൻറ്റിനകത്ത് എത്രയാണോ പേയ്മെൻറ്റ് അതിൻ്റെ 15% വരെ നമുക്ക് കൂട്ടാനും പറ്റും. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ മോർഗേജ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ 15% വരെ ആനുവലി എല്ലാ വർഷവും നമുക്ക് അടയ്ക്കാനും പറ്റും. സോ ഹൗ മെനി ലെൻഡേഴ്സ് ഡു യു വർക്ക് വിത്ത്? അതൊരു വലിയൊരു പോയിൻ്റാണ്. കാരണം ഇപ്പം സേ ഒരു ഇൻഡിപെൻഡൻറ്റ് മോർഗേജ് ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക് I have access to, or I do have a choice of more than 50 കൂടുതൽ ലെൻഡേഴ്സുമായിട്ട് എനിക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഹാവ് എ ഹയർ നെഗോഷിയേറ്റിംഗ് പവർ, ഐ ഹാവ് മോർ എക്സ്പെർട്ടീസ്. ഓഫ് കോഴ്സ് 15 വർഷമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒറ്റ ക്രെഡിറ്റ് ബ്യൂറോ പൂൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ ഓൺലി നീഡ് ടു ഡു 1 ക്രെഡിറ്റ് ബ്യൂറോ പൂൾ ആൻഡ് ഐ ക്യാൻ ഹാവ് ആക്സസ് ആൻഡ് ഐ ക്യാൻ ഗോ ടു ഓൾ 50 ലെൻഡേഴ്സ്. ഒറ്റ പുള്ളിൽ. ഇപ്പം നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ബാങ്കിൽ ചെല്ലുകയെന്ന് വെച്ചു, ഇഫ് യു ഹാവ് ടു ഡു എവറി when you go to a single let's say you go to a bank, you have to do credit bureau check there. If you go to another bank, you have to do the pull again. And നമ്മൾ ഒത്തിരി ഈ ഓരോ പ്രാവശ്യം ക്രെഡിറ്റ് ബ്യൂറോ പുൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ താഴ്ത്തു പോവുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് യുവർ ക്രെഡിറ്റ് സ്കോർസ് ഹൈ, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഒരു മോർഗേജ് ഏജൻറ്റ് നിലയ്ക്ക് എനിക്കൊരൊറ്റ പ്രാവശ്യം ക്രെഡിറ്റ് ബ്യൂറോ പുൾ ചെയ്താൽ മതി, ആൻഡ് ഐ ഹാവ് ആക്സസ് ടു
50+ lenders. ലേമാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ലേമാന് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നിങ്ങളെല്ലാം അഭിയാണെങ്കിലും യു ഷുഡ് ചെക്ക് യുവർ ക്രെഡിറ്റ് ബ്യൂറോ വൺസ് എവറി ഇയർ. കാരണം യു ക്യാൻ അവോയ്ഡ് സർപ്രൈസസ്. I mean, trust me, like surprises, നല്ല സർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ഓൾ ഹാപ്പി. പക്ഷേ ആൻഡ് ദിസ് ഹാപ്പൻഡ് അ ലോട്ട്. ഐ ഹാവ് സീൻ ദാറ്റ് മൈസെൽഫ് ആസ് വെൽ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഇൻകം നല്ലതാണ്, നമ്മുടെ വിചാരം നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അടയ്ക്കുന്നുണ്ട് ഓൺ ടൈം. സോ വി തിങ്ക് ദാറ്റ് എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പം നമ്മൾ മോർഗേജ് ഏജൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ എനിക്ക് വീട് വേണം, മോർഗേജ് വേണം, ഇന്നാണ് എല്ലാം നല്ലതാണ്, ഓക്കെ ഓൾ ഗുഡ്. ഞാൻ ചോദിച്ചു ക്രെഡിറ്റൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. സ്കോർ എത്ര ഉണ്ട്? 700 800, ഓക്കെ ഗുഡ്, എല്ലാം നല്ലതാണ്. അപ്പം നമ്മൾ സന്തോഷമായി. ശരി, അപ്പം ആപ്ലിക്കേഷൻ എല്ലാം ഇട്ടു, റേഷ്യോസ് എല്ലാം കറക്റ്റാണ്. ക്രെഡിറ്റ് ബ്യൂറോ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും കിടക്കുന്നു. അവർക്കൊരു കളക്ഷൻ ഉണ്ട്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോയിലകത്ത് കുറച്ച് പേയ്മെൻറ്റ്സ് മിസ്സിങ് ആണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പം ഈ കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യമാണ്. ഇത് ഒരു ഹൈ പ്രൊഫൈൽ ക്ലയൻ്റാണ്. ഒരു വർഷം ഏകദേശം $150+ ഉണ്ടാക്കുന്ന ആളാണ്. $150,000 പ്ലസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ആ ആൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. പുള്ളിക്കാരത്തി ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ ക്രെഡിറ്റ് കാർഡിൽ എല്ലാ മാസം അടച്ചും പോകുന്നതാണ്. പക്ഷേ ഒരു $17 അടച്ചിട്ടില്ല. അയ്യോ, $17 അത് മിസ്സായി. പുള്ളിക്കത് എങ്ങനെയോ മിസ്സായത്. കാരണം ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആവാൻ വന്ന് അടച്ച്, അല്ലെങ്കിൽ എങ്ങനെയോ $17 എന്ത് കാരണമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ $17 പുള്ളിക്കാൻ അടയ്ക്കാൻ മിസ്സായി. അപ്പോൾ എന്തായി? അത് ഡെലിക്വൻസി ആയി. അതിനുശേഷം അത് നേരെ ക്രെഡിറ്റ് ബ്യൂറോയിൽ പോയി അവസാനം അത് കളക്ഷൻസ് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് അത്രയും ഇൻകം ഉണ്ടായിരുന്ന ആളായിരുന്നത് കൊണ്ടും അതൊരു നല്ല സ്റ്റോറി ഉണ്ടായിരുന്നത് കൊണ്ട്, അതായത് പുള്ളിക്കകത്ത് വിട്ടുപോയത് ജെനുവിൻ കേസാണ്. കാരണം 1.5 ലക്ഷം ഉണ്ടാക്കുന്ന ഒരാൾക്ക് $17 അടയ്ക്കാൻ എന്നാ ബുദ്ധിമുട്ടിക്കുന്നത്? അതും അവർക്ക് അത് മാത്രമല്ല, 6 ലക്ഷത്തോളം പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് $17 അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സോ അങ്ങനത്തെ സർപ്രൈസുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ അത് വല്ലാണ്ട് ബാധിക്കും. പിന്നെ വേറൊരു വലിയൊരു ചാലഞ്ച് നാം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കാർ ലോൺസ്, എവറിബഡി ഹാവ് കാർ ലോൺസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ്. ആൻഡ് ദ മോസ്റ്റ് യൂഷ്വൽ തിങ് ദാറ്റ് ഐ സീ ഈസ് എ കാർ ലോൺ. ഇപ്പം കാർ ലോൺസ് ഒക്കെ വേണം, എല്ലാം ഇറ്റ്സ് ഓക്കെ ടു ബൈ എ കാർ, ഓക്കെ, ഇറ്റ്സ് യുവർ പ്രയോറിറ്റി, ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാർ ലോൺസ് നല്ല ഫാൻസി കാർ വേണമായിരിക്കും, ഡ്രീം കാർ വേണമായിരിക്കും. പക്ഷേ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ദ ഹോം ഫസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം യു ക്യാൻ ബൈ എ കാർ ആൻഡ് ദെൻ യു ക്യാൻ ബൈ എ ഗുഡ് ഹോം, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇഫ് യു ആർ റിയലി സ്മാർട്ട്, what I would do is, what I would recommend is, buy your dream home or buy a great house first, and then you can also get a great car. അതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ, കാരണം ഈ ഒരു വലിയ കാർ ലോൺ ഇപ്പം $80,000-$80,000 കാർ ലോണൊക്കെ വരുമ്പോഴത്തേക്കിന് ദാറ്റ് അഫക്ട്സ് യുവർ ക്യാഷ് ഫ്ലോ. അപ്പം നമുക്കിതെല്ലാം ഒരു ക്യാഷ് ഫ്ലോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിനകത്ത് കാൽക്കുലേഷൻ എല്ലാം കിടക്കുന്നത്. വാട്ട് കംസ് ഇൻ ആൻഡ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇൻകം സോഴ്സ് ഒന്നല്ലെങ്കിൽ രണ്ടേ ഉള്ളൂ. പോകാൻ വേണ്ടി ഇപ്പോൾ $80,000 കാർ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു $1,200 നമുക്ക് മാസം പേയ്മെൻറ്റ് അത് തന്നെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ നമ്മുടെ അഫോർഡബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ അഫോർഡബിലിറ്റി, കംഫർട്ടബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഫ് യു ആർ റിയലി സ്മാർട്ട്, ബൈ യുവർ ഗ്രേറ്റ് ഹോം ഫസ്റ്റ് ആൻഡ് ദെൻ ബൈ യുവർ ഗ്രേറ്റ് കാർ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രെഡിറ്റ് ബ്യൂറോയും പിന്നീട് ഇൻകം ഡോക്യുമെൻസുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് AML ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് IDs വേണം. പിന്നീട് ഇപ്പം ഫുൾ ടൈം ഇൻകം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേ സ്റ്റബ്, പിന്നെ ലെറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, T4 അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇപ്പം അതിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്, പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ പാർട്ട് ടൈം ജോലിയെന്ന് വെച്ചോളൂ, ആൻഡ് യു ആർ ഗെറ്റിംഗ് ഫുൾ ടൈം അവേഴ്സ്. എല്ലാവരും പറഞ്ഞിട്ടുള്ളതുമാണിത്. അതായത് എനിക്ക് ഫുൾ ടൈം അവേഴ്സ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ഫുൾ ടൈം, യു ആർ പാർട്ട് ടൈം എംപ്ലോയി ആണ്. പക്ഷേ ഫുൾ ടൈം അവേഴ്സ് കിട്ടുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് നമുക്കത് ഇൻകമായിട്ട് എടുക്കാൻ പറ്റില്ല. പാർട്ട് ടൈം ആകുമ്പോഴത്തേക്കിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ T4 ആവറേജ് നമുക്ക് ഇൻകമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് ഗ്യാരണ്ടീഡ് അവേഴ്സ് എത്രയുണ്ടോ അത് നമുക്ക് എടുക്കാം. അപ്പം അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഫുൾ ടൈം ആൻഡ് സാലറീഡ്. ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുൾ ടൈം. അപ്പോൾ അതായത്
നമുക്ക് എത്ര അവേഴ്സ് ഗ്യാരണ്ടീഡ് ആണെന്നുള്ളതും കൂടെ അതിനകത്ത് പറയണം. ഫുൾ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ 40 അവേഴ്സ് കിട്ടാൻ 30 മണിക്കൂർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടീഡ് ഒന്നും അല്ല. പിന്നെ സാലറി ആകുമ്പോഴത്തേക്കിന് അവേഴ്സ് പറയത്തില്ല, അതിനൊരു സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര ട്രിക്കിയാണ്, പക്ഷേ ഇറ്റ്സ് ഈസി ആസ് വെൽ. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് മച്ച് ഓഫ് എ പ്രോബ്ലം. ഈ ക്രെഡിറ്റ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞില്ലേ, ഹൗ ക്യാൻ ഐ ബിൽഡ് മൈ ക്രെഡിറ്റ് ബ്യൂറോ? ക്രെഡിറ്റ് ബ്യൂറോയ്ക്കകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും ഭയങ്കര വാസ്റ്റാണ് ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പല ടൈപ്പ് ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാവാം, ലോൺസ് ഉണ്ടാവാം. അപ്പം ഹൈ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്, ഈ ഹൈ ഇൻട്രസ്റ്റ് ഡെറ്റ്സ് ആണ് ഈ ക്രെഡിറ്റ് കാർഡുകളും ചില പേഴ്സണൽ ലോൺസും ഒക്കെ. അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്സ് ആണ് ലൈൻസ് ഓഫ് ക്രെഡിറ്റ്സ്, അത് സാധാരണത്തിൽ അതില്ല. പിന്നെ മീഡിയമാണ് കേട്ടോ. ലോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോർഗേജ് ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡെറ്റ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ലെറ്റ്സ് സേ യു ഹാവ് ലോട്ട്സ് ഓഫ് ഡെറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ഇഫ് യു ഹാവ് എൻ equity on your property, then you can actually consolidate them all and then you can build your credit bureau from there. അതല്ല ഫ്രം സ്ക്രാച്ച് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 ട്രേഡ്. നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോയിൽ പറയുന്നത് 2 ഫെസിലിറ്റി, 2 ക്രെഡിറ്റ് കാർഡ് ആവാം, ഇറ്റ്സ് ബെറ്റർ 2 ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ അതിനകത്ത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട് വാങ്ങിക്കുമ്പം ദർ ഈസ് വാട്ട് വി ലുക്ക് ഫോർ ഈസ് 5 C's ഓഫ് ക്രെഡിറ്റ്. What are the 5 C's? 5 C's എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്യാപിറ്റൽ, കൊളാട്രൽ, ക്രെഡിറ്റ് വർത്തിനെസ്, ക്യാരക്ടർ ആൻഡ് കപ്പാസിറ്റി. ഇതാണ് 5 C's ഓഫ് ക്രെഡിറ്റ്. ഇതിനകത്ത് ക്രെഡിറ്റ് ബ്യൂറോയാണ് ഞാൻ ഇപ്പം പറഞ്ഞ നമ്മുടെ ക്രെഡിറ്റ് നല്ലതായിരിക്കണം എന്ന് പറയുന്നത്. ഒരു 680+ സ്കോർ ഉണ്ടാവണം. പിന്നെ നമ്മുടെ അധികം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്രെഡിറ്റ് നല്ലതായിരിക്കും. യു ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഗുഡ് റേറ്റ്സ് ആൻഡ് ഈസി അപ്രൂവൽസ്. പിന്നെ കൊളാട്രൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ മാർക്കറ്റബിലിറ്റി എങ്ങനെയാണ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കൊളാട്രൽ. പിന്നെ കപ്പാസിറ്റി, ഹൗ നിങ്ങളുടെ ഹൗ വിൽ യു ബി ഏബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ജോലി എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയാണ്, എത്ര വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു, ഈ ഇൻഡസ്ട്രി നിങ്ങൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രി എങ്ങനെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്യാപിറ്റൽ ഇരിക്കുന്നത്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ്, പിന്നെ ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി, നിങ്ങളുടെ എത്രത്തോളം കടവുണ്ട്, നിങ്ങൾ എത്രത്തോളം ഇത്ര നാൾ നിങ്ങൾ എത്രത്തോളം സേവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്യാരക്ടറിനകത്ത് വരുന്നത്. സോ 5 C's വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് 5 C ഡിറ്റർമൈൻസ് ഹൗ ക്യാൻ യു ഗെറ്റ് ദ മോർഗേജ്. ഇഷ്യൂസ് ഉണ്ട് ഡെബിറ്റ് കാർഡിൽ, ക്രെഡിറ്റ് കാർഡിൽ ഈ പറഞ്ഞ കുറേ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നു, ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം? ഇതിന് സൊല്യൂഷൻ ബേസിക്കലി ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പേ യുവർ ക്രെഡിറ്റ് കാർഡ്സ് ഓൺ ടൈം. ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഒത്തിരി ഹൈ ബാലൻസസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസോളിഡേറ്റ് ഓൾ സോർട്സ് ഓഫ് ഡെറ്റ്സ് ടു യുവർ മോർഗേജ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടു അവോയ്ഡ് എനി പേയ്മെൻറ്റ്സ്. ഒരിക്കലും ഒരു പേയ്മെൻറ്റ് അവോയ്ഡ് ചെയ്യരുത്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പോലും അങ്ങനെയല്ല, എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ പേജിലുണ്ടാവും, if you make this much of payment, a minimum payment, you will be able to make the credit card payment in full in so many years എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മിനിമം പേയ്മെൻറ്റ് എപ്പോഴും അടയ്ക്കാൻ സൂക്ഷിക്കുക. മിനിമം പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവർ ക്രെഡിറ്റ് ബ്യൂറോ വിൽ നോട്ട് ബി ദാറ്റ് മച്ച് ഓഫ് എ പ്രോബ്ലം. പക്ഷേ മിനിമം പേയ്മെൻറ്റും അടയ്ക്കാതെ നമ്മൾ ക്രെഡിറ്റ് പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ then yes we have a problem. Even a single time, once in a while that's fine, പക്ഷേ if that's a recurring occurrence, then it becomes your habit. Yes. See, credit bureau എന്ന് പറഞ്ഞാൽ എന്തുവാ, how what is your habit in terms of credit payments എന്നുള്ളത്. രാജ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം എന്താണ്? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്രത്തോളം ഡൗൺ പേയ്മെൻറ്റ് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ഡൗൺ പേയ്മെൻറ്റ് നമുക്കുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നീട് നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും T4 ഇങ്ങനെ വെച്ചത് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ എടുക്കുക. ഇതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫൈനാൻസ് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈനാൻഷ്യൽ ഒരു വലിയൊരു ഡിസിഷനാണ്. സോ ഗോ ടു എ പ്രൊഫഷണൽ ലൈക്ക് മീ ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു ഇൻ ഗിവിങ് യു പ്രോപ്പർ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോർഗേജ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് റിയലേറ്റീവ്സ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് കാനഡയിൽ ഇങ്ങനെയും നാട്ടിൽ വേറൊരു സിനാരിയോ ആയിട്ടുള്ളത്?
നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫൈനാൻസിനെയൊക്കെ ഫൈനാൻസിലുണ്ട് ആൾക്കാരുണ്ട്, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം അവിടെ ഇഷ്ടംപോലെ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ കുറവായതുകൊണ്ടാവാം. പക്ഷേ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആണ് നമ്മുടെ ഇവിടുത്തെ ഫൈനാൻസ്. നാട്ടിലത് അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ്ഡ് ജോബ് അല്ല നമ്മുടെ നാട്ടിൽ ഈ മോർഗേജസോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റോ. ഇവിടെ ഇത് രണ്ടിനും ലൈസൻസ് വേണം. സോ വെൻ ഇറ്റ് ഈസ് ലൈസൻസ്ഡ് യു നീഡ് ടു ലേൺ, യു നീഡ് ടു സ്റ്റഡി, ആൻഡ് ദർ ഇസ് ഇഫ് യു ഡു സംതിങ് ഒരു സ്ട്രക്ചേർഡ് ഫോം ഉണ്ടാവും. ആബ്സല്യൂട്ട്ലി. അതാണ്. അയ്യോ, ചോദിക്കാൻ മറന്നൊരു ചോദ്യം, നാട്ടിലെവിടാണ്? ആഹാ, നാട്ടിൽ കോട്ടയമാണ്, കോട്ടയം. അക്ഷരനഗരി. കോട്ടയം മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോന്നോ? കോട്ടയം മിസ് ചെയ്യാത്തവരും, അല്ലെങ്കിൽ കേരളം, അല്ലെങ്കിൽ നമ്മുടെ നാട് മിസ് ചെയ്യാത്തവരും ആരുമില്ല. ഈ പറഞ്ഞ പോലെ കോട്ടയത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ, ഞാൻ CMS പഠിച്ചു, CMS കോളേജിൻ്റെ അവിടെ. ഇപ്പം ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ CMS കോളേജ് പഠിച്ചവരുണ്ട്, അലുമിനീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമ്മൾ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ വാക്കിനകത്ത് നമ്മളിപ്പം കോട്ടയംകാരെ ആരും കാണുവാണെന്ന് ഉടനെ ചോദ്യം, കോട്ടയത്ത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ കോട്ടയത്ത് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല, കാരണം കിടന്ന് നിരങ്ങിയ സ്ഥലമല്ലയോ. ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം, ഇഷ്ടംപോലെ സ്ഥലം അറിയാം. സോ കോട്ടയംകാരെ കാണുമ്പോഴത്തേക്കിന് നമുക്ക് മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതിന് വേറെ എന്തെങ്കിലും പേര് വേണം പറയാൻ. യെസ്, ഐ ഡു. വിത്ത് ദാറ്റ്സ് എൻഡ് ഓഫ് ടുഡേസ് എപ്പിസോഡ്. ശരിക്കും ഭയങ്കര സന്തോഷം ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ. എല്ലാവരും ലേമാൻ അല്ലെങ്കിൽ കോമൺ മാന് അറിയേണ്ടതായ കാര്യങ്ങളിൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റിയതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ശരിക്കും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കഴിയുന്ന നേരത്തെ ആളുകളുടെ സന്തോഷമാണ് നമ്മുടെ ആ അന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നത് പേഴ്സണലി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. ആളുകൾക്ക് എന്തൊക്കെയോ കൊടുത്തു എന്ന്, എന്തൊക്കെയോ അറിവുകൾ പറഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇന്നത്തേന്. സോ അതിന് കാരണമായത് വി ആർ റിയലി താങ്ക് യു ഫോർ യു. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഈ ഒരു റിലേഷൻ മുന്നോട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് Cheers Fit. എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. I really appreciate that. Thank you. Thank you.